ഹായ് ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉപയോഗിക്കാതെ വെച്ചിട്ടുള്ള ഷാൾ ഉപയോഗിച്ചിട്ട് എങ്ങനെ ഒരു കഫ്താൻ ഉണ്ടാക്കാം എന്നുള്ള വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ സ്ക്രീനിൽ കാണുന്ന പോലെ തുണി 4 മടക്കിയിടുക. അതിനുശേഷം നമ്മൾ ഷോൾഡർ മാർക്ക് ചെയ്യുക. എനിക്കിവിടെ 6.5 ആണ്. അതിനുശേഷം ബാക്ക് നെക്കും ഫ്രണ്ട് നെക്കും മാർക്ക് ചെയ്യുക. ഞാൻ ബാക്ക് നെക്ക് 2 ഇഞ്ചും ഫ്രണ്ട് നെക്ക് 4 ഇഞ്ചും ആണ് കൊടുത്തിട്ടുള്ളത്. അതിനുശേഷം അത് റൗണ്ടാക്കി മാർക്ക് ചെയ്തിട്ട് റൗണ്ട് ഷേപ്പ് മാർക്ക് ചെയ്ത് കട്ട് ചെയ്യുക. അതിനുശേഷം നമ്മൾ ഈ ബാക്ക് നെക്ക് കട്ട് ചെയ്തതിന് ശേഷം ഈ പീസ് എടുത്ത് ഇങ്ങനെ മാറ്റിക്കളഞ്ഞാൽ നമുക്ക് ഫ്രണ്ട് നെക്ക് ഈസി ആയിട്ട് കട്ട് ചെയ്യാം. അതുകൊണ്ടാണ് ഈ ടൈപ്പിൽ മടക്കണം എന്ന് പറഞ്ഞത്. സാധാരണ മടക്കുമ്പോൾ എന്താ വെച്ചാൽ നമ്മളിവിടെ ഷോൾഡർ കട്ട് ചെയ്യുന്നില്ലല്ലോ, അപ്പോൾ നിങ്ങൾക്കത് ബുദ്ധിമുട്ടാവും. അതുകൊണ്ടാണ് ഇങ്ങനെ മടക്കാൻ പറഞ്ഞത് കേട്ടോ. അതിനുശേഷം ഫ്രണ്ട് നെക്ക് കട്ട് ചെയ്തതിന് ശേഷം താഴോട്ടേക്ക് വീണ്ടും ഒരു 2 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ഒരു 1/4 ഇഞ്ചിൽ ഒരു വി ഷേപ്പ് കൂടി കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്തിനാണെന്ന് വെച്ചാൽ നമ്മളെ കഴുത്തിലൂടെ ഈ ഡ്രസ്സ് കയറണ്ടേ, അതിനാണ്. അപ്പോൾ ഇതുപോലെ ഉണ്ടാവും നമ്മളെ നെക്ക്. അതിനുശേഷം നമുക്ക് സ്റ്റിച്ച് ചെയ്യാം. വേറെ കട്ടിംഗ് ഒന്നുമില്ല. നമ്മൾ ഇതുപോലൊരു പീസ് എടുക്കുക. നമ്മൾ ആ ഫ്രണ്ട് നെക്ക് കട്ട് ചെയ്ത പോലെ തന്നെ ഒരു വി ഇതിലും കട്ട് ചെയ്യുക. അതിനുശേഷം ഇതിൻ്റെ 3 സൈഡും ഒന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് ഈ വി ഷേപ്പിൽ സ്റ്റിച്ച് ചെയ്യാം. എന്നിട്ട് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ട് അത് ഉള്ളോട്ട് തിരിച്ചിട്ടാൽ നമ്മൾ നെക്കിൻ്റെ ഭാഗം കഴിഞ്ഞു. അതിനുശേഷം നമ്മൾ ക്രോസ് പീസ് വെച്ചിട്ട് നെക്ക് ചെയ്യുക. പിന്നെ അതിന് ഇതേപോലെ കട്ട് കൊടുത്തിട്ട് സ്ക്രീനിൽ കാണുന്ന പോലെ തന്നെ മടക്കി എടുത്തിട്ട് അടിച്ചാൽ മതി. ഞാനിവിടെ 1 ഇഞ്ച് വീതിയുള്ള ക്രോസ് പീസാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾ ആദ്യമായിട്ടാണ് ചെയ്യണമെങ്കിൽ ഒരു 1.5 ഇഞ്ചൊക്കെ വെച്ചിട്ട് ചെയ്യുക. അപ്പോൾ നമ്മളെ നെക്കിൻ്റെ പണി കഴിഞ്ഞു. ഇനി നമുക്ക് അളവ് മാർക്ക് ചെയ്യാം. എൻ്റെ ഹാം ഹോൾ അളവ് 8 ഇഞ്ചാണ്. പിന്നെ ചെസ്റ്റ് അളവ് വരുന്നത് 8.5 ആണ്. അപ്പോൾ അതും കൂടി നമ്മൾ മാർക്ക് ചെയ്യുക. 9 ആണ്. അതായത് 36ൻ്റെ 4 ഭാഗം 9 ആണ്. അപ്പോൾ അതുകൂടി മാർക്ക് ചെയ്യുക. അതിനുശേഷം നമ്മൾ ഹിപ്പ് എത്രയാണ് ഷേപ്പ് വരുന്നത് വെച്ചാൽ അത് മാർക്ക് ചെയ്യുക. പിന്നെ നമുക്ക് വേണ്ടത് സ്ലിറ്റിൻ്റെ ആ ഭാഗത്ത് എത്രയാണോ വേണ്ടതെന്ന് വെച്ചാൽ അവിടെ കൂടി മാർക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ 3 ഭാഗവും മാർക്ക് ചെയ്ത് കഴിഞ്ഞു. നമുക്കിതൊന്ന് നമ്മളെ ബോഡി ഷേപ്പ് പോലെ തന്നെ ഒന്ന് ജസ്റ്റ് ഒന്ന് വരച്ചെടുക്കാം. ഈ മാർക്ക് ചെയ്ത 3 ഭാഗവും കൂടി ഷേപ്പ് പോലെ ഒന്ന് വരച്ചെടുക്കുക. അതിനുശേഷം മുകളിൽ നിന്ന് ഒരു 30 ഇഞ്ച് താഴോട്ടേക്ക് മാർക്ക് ചെയ്തിട്ട് ഇതേ ഷേപ്പ് തന്നെ ഒന്ന് മെയിൻറ്റെയിൻ ചെയ്യുന്ന രീതിയിൽ ഒന്ന് താഴോട്ടേക്ക് വരയ്ക്കുക. താഴെ വരെ നിങ്ങൾ സ്റ്റിച്ച് കൊടുക്കരുത്. അങ്ങനെ ആകുമ്പോൾ ഒന്നായിട്ട് കൂട്ടി പിടിച്ച് നിൽക്കും. നമുക്ക് താഴത്ത് ആ വിരിവുണ്ടാവില്ല. അതുകൊണ്ടാണ് അത്രയും ഭാഗം സ്റ്റിച്ച് ചെയ്യാതെ വിടണം. ഇത്ര വരെ നിങ്ങൾ സ്റ്റിച്ച് ചെയ്താൽ മതി. പിന്നെ സ്ലീവിൻ്റെ ഭാഗം സ്റ്റിച്ച് ചെയ്യരുത്. ഈ സ്റ്റിച്ച് ചെയ്യുമ്പോൾ എന്താ വെച്ചാൽ നമ്മൾ നല്ല ഭാഗത്ത് വേണം സ്റ്റിച്ച് ചെയ്യാൻ. സാധാരണ നമ്മൾ മറിച്ചാണ് സ്റ്റിച്ച് ചെയ്യുക. പക്ഷേ ഇത് അങ്ങനെ ചെയ്യാൻ പാടില്ല. അപ്പോൾ സ്റ്റിച്ച് ചെയ്തിട്ടുള്ള വീഡിയോ ആണ് നിങ്ങൾ